Hi friends, welcome to Jen's Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെ ഒരു ബാക്ക് നെക്ക് ഡിസൈനാണ്. ഞാൻ തമ്പനെയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു പിക്ചറിലെ പോലെ ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നുമാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻസസ് കട്ട് മോഡലാണ് ഫ്രണ്ട് വരുന്നത്. ഇതിപ്പോൾ ബാക്കിൻ്റെ ഡിസൈനാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഹാഫ് സ്ലീവ് ആണ്. ബാക്ക് മുകളിൽ താഴെ ഓപ്പണിംഗ് കൊടുത്ത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഇത് ഫ്രണ്ട് പോർഷൻ പ്രിൻസസ് കട്ട് മോഡലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്ക് പോർഷൻ നമ്മൾ ബാക്ക് ഓപ്പൺ ആക്കിയിട്ടില്ല. ആദ്യമേ തന്നെ നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് 1 ഇഞ്ച് ഇറക്കത്തിലാണ് കഴുത്തിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. 2.25 ഇഞ്ച് നെക്ക് വൈഡുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് തമ്മിൽ നല്ല പീസും ഇതും തമ്മിൽ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ബാക്കിലെ ആ ഒരു ഓപ്പണിംഗ് പോർഷൻ സ്റ്റിഫിൽ നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്ത് അടിച്ച് മറിച്ചു, ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചിട്ട് അടിവശവും നമ്മൾ പീസ് കൊടുത്ത് മടക്കിയിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിഫിലാണ് ഈ ഒരു പോർഷൻ റെഡിയാക്കുന്നത്, ഓപ്പണിംഗ് പോർഷൻ. ഇതായപ്പോൾ നമ്മൾ ഫോൾഡിങ്ങോട് കൂടി ഒരു സ്റ്റിഫിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. ലെങ്ത് എടുത്തിരിക്കുന്നത് 6.5, 6.5. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ് താഴത്തേക്ക്. വൈഡ് നമ്മൾ എടുക്കുന്നത് 3.5 ഇഞ്ച് വൈഡാണ്. 3.5 ഇഞ്ച് വൈഡ്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ താഴത്തേക്ക് 5.5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇതൊരു സ്ക്വയർ ആയിട്ട് വരയ്ക്കുകയാണ്. ഇതായപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് ഒരു ബോക്സ് വരച്ചു. ഇനി നമ്മളിത് യു ഷേപ്പിൽ മൊത്തത്തിലൊരു റൗണ്ട് പോലെ വരച്ചെടുക്കുകയാണ്. ഇതായപ്പോൾ നമ്മൾ യു ഷേപ്പിൽ 2 സൈഡും ഒരു സീറോയുടെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതായപ്പോൾ നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമ്മളിതൊരു തുണിയിലേക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ പീസിലേക്ക് വെക്കുകയാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഇതിപ്പോൾ തുണിയിൽ ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ സ്റ്റിഫ് തുണിയിൽ ഒട്ടിച്ചെടുത്തു, സ്റ്റിച്ച് ചെയ്ത് സൈഡൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കറക്റ്റ് ഹാഫായിട്ട് മടക്കിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെയും കറക്റ്റ് ഹാഫായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് കഴുത്ത് റെഡിയാക്കിയ ആ ഒരു പൊസിഷനിൽ നിന്ന് 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടാണ് അവിടെയാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പീസ് നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൗസ് 2ആയിട്ട് സെപ്പറേറ്റ് ആക്കുന്നുള്ളൂ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റിഫ് ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. പിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മറിക്കുക.
ഉള്ളിലേക്ക് മറിച്ചിടുക. ഇപ്പം നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് കൊളുത്തിനുള്ള പടിയും തള്ളുപടിയും വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, 2 ഹാഫായിട്ട് മടക്കിയിടുക. എന്നിട്ട് കട്ട് ചെയ്ത് മുകളിൽ 2 ഹുക്കിനുള്ള പടിയും താഴത്തേക്കുള്ള ഓപ്പണിങ്ങിനുള്ള പടിയും കൂടി വെച്ച് റെഡിയാക്കുകയാണ്. ഓക്കെ, കറക്റ്റ് ഹാഫായിട്ട് നമ്മളിപ്പോൾ മടക്കിയിട്ടിരിക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു പോർഷനും കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 പീസായി. നമ്മളിവിടെ ഹുക്കിനും തള്ളുപടിക്കും ഉള്ള പീസ് വെച്ച് കൊടുത്ത് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തള്ളുപടിയും കൊളുത്തിൻ്റെ പടിയൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തു. ഉണ്ടോ, ഇങ്ങനെ വരത്തക്ക രീതിയിൽ 2 പീസും റെഡിയാക്കി എടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഹുക്കുകൾ വെച്ച് കൊടുക്കുക. അത് കൊളുത്താനുള്ളതും സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതോടെ ബാക്ക് നെക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്